റസൂലുള്ളാഹിന്റെ കരണ്ട് പാസ് ചെയ്യണം. കരണ്ട് വന്ന പിന്നെ കൊട്ടാരത്തിലാണോ മറ്റേ കോളനിയാണോ നോക്കില്ല, കത്തും. കരണ്ട് പോയാൽ പിന്നെ കൊട്ടാരായിട്ടും കാര്യമില്ല. അപ്പൊ എന്ത് വേണം? കരണ്ടോ. കരണ്ട് ഈ ചെരുപ്പ് കൂടി ഇറങ്ങും. ചെരുപ്പിന് തല വെച്ച് ഒരു വലിയ ആകണമെങ്കിൽ ഒരു ചെരുപ്പിനെ തല വെക്കണം. ചെരുപ്പല്ല, ഒരു കാല്, ഏതെങ്കിലും ഒരു കാല് കിട്ടണം. ഈക്ക് റസൂലുള്ളാഹിന് തന്നെ കിട്ടി. ലികുല്ലി വലിൻ ലഹു ഖദമുൻ. ഒരു വലിയന് എന്ത് വേണം? ഒരു കഥമ വേണം. ഇപ്പൊ അബുൽ അബ്ബാസിൻ മുർസി തങ്ങൾ വലിയാണ്. എന്തുകൊണ്ട്? കഥമ കിട്ടി ആരുടെ? അബുൽ ഹസൻ ഷാദുലിയുടെ. അബുൽ ഹസൻ ഷാദുലിക്കോ ഹബീബ നബിയുടെ. ലികുല്ലി വലിൻ, ഏതൊരു വലിയനും ഒരു കഥമ വേണം. ഞാൻ ഞാൻ ഹബീബ നബിയുടെ കാലിയോട്ടിലാണ്. ഷെയ്ഖിന്റെ മഖ്ബറയിൽ ഞാൻ പോയിട്ടുണ്ട്. മഖ്ബറയുടെ കവാടത്തിൽ എഴുതിയിട്ട് ഇങ്ങനെയാണ്: അബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി വജത്തി മുഹമ്മദുൻ ഐനുൽ കമാലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് മൗലാന മുഹമ്മദ് സാഹിബ് താജ്. ഹബീബാൻ റസൂലുള്ളാഹി കിരീടാവകാശിയാണ്. ഇതാണ് പറഞ്ഞത്, കിരീടക്കാരനാണ്. അവകാശി എന്ന് പറയുന്ന ഒരു സത്യത്തിൽ കിരീടാവകാശി, കിരീടക്കാരൻ എന്ന് പറയുന്ന വാക്ക് ഇന്ന് നമ്മുടെ കൊളോക്കിയൽ ഉപയോഗത്തിൽ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ക്രൗൺ പ്രിൻസിനാണ് സാധാരണ നമ്മൾ കിരീടാവകാശി എന്ന മലയാളം പറയാം. അപ്പോൾ നിലവിൽ അയാൾ കിരീടക്കാരനല്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നാണ് ഇതിനർത്ഥം. അങ്ങനെയല്ലേ പറയാ? ക്രൗൺ പ്രിൻസിനെയാണ് നമ്മൾ അങ്ങനെ പറയാ. പക്ഷെ ഇത് കിങ് തന്നെയാണ്. സാഹിബ് താജ് എന്നാൽ കിരീടക്കാരനാണ്. നിലവിൽ കിരീടം അവരുടെ അടുക്കലാണ്. അതാണ് സാഹിബ് താജ്. മറ്റത് വലിയുൽ അഹദാണ്, അടുത്ത കിരീടാവകാശിയാണ്. അപ്പൊ കാത്തിരി വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോ ഈ അർത്ഥത്തിലല്ല ഇവിടെ സാഹിബ് താജ് എന്ന് പറയുന്നത്. ഇവിടെ സാഹിബ് താജ് എന്ന് പറഞ്ഞാൽ ഇൻദഹു താജ് വഅലാ റഅസി താജ്, അവരുടെ തലയിലാണ് കിരീടം. അതാണ് സാഹിബ് താജ്. ഹബീബ റസൂലുള്ളാഹിന്റെ തലയിലാണ് കിരീടം ഉള്ളത്. ഏത് കിരീടം? പ്രപഞ്ചത്തിന്റെ കിരീടം. ആര് വെച്ചു കൊടുത്തു? ഉടമക്കാരൻ വെച്ചു കൊടുത്തു. അപ്പോൾ യഥാർത്ഥ രാജാവ് എന്നൊരാൾ വരണം, അയാഥാർത്ഥ്യമുള്ള രാജാക്കളും ഉണ്ടാകണം. അപ്പോഴേ അല്ലാഹു മാലിക്കുൽ മുലൂക്ക് ആവുള്ളൂ. അള്ളാഹുവിന്റെ പേരെന്താ? മാലിക്കുൽ മുലൂക്ക്. എന്താർത്ഥം? രാജാക്കളുടെയും ഉടമക്കാരൻ. അപ്പൊ രാജാക്കൾ എന്നൊരു കൂട്ടരുണ്ട് എന്ന് സംഭവിച്ചു. അല്ലാതെ അള്ളാഹിന്റെ ഉടമക്കാരനാണ് അവരല്ല. മുലൂക്ക് എന്നൊരു ബഹുവചന, ഏകവചനല്ല. മലിക്ക്, മുലൂക്ക്. ചിലപ്പോൾ അള്ളാഹുവിനെ നമ്മൾ മലിക്കുൽ മുലൂക്ക് എന്ന് പറയും. അപ്പോഴും മുലൂക്ക് അംഗീകരിക്കും. മലിക്കുൽ മുലൂക്ക് എന്ന അർത്ഥം മാലിക്കുൽ മുലൂക്ക് എന്ന് പറയും, മാലിക്കുൽ മുൽക്ക് എന്ന് പറയും, മാലിക്കുൽ മുലൂക്ക് എന്ന് പറയും, മലിക്കുൽ മുലൂക്ക് എന്ന് പറയും. മലിക്കുൽ മുലൂക്കായ ഹോജ രാജാവേ എന്നാണ് നമ്മൾ എന്റെ വല്യമ്മയൊക്കെ പറഞ്ഞിരുന്നത്. മലിക്കുൽ മുലൂക്കായ ഹോജ രാജാവായ പഠിച്ചോനെ അങ്ങനെ പറയാം. അവിടെ എന്താ മലിക്കുൽ മുലൂക്കിന്റെ അർത്ഥം? മലിക്കുൽ മുലൂക്കിന്റെ അർത്ഥം എന്താ? രാജാക്കളുടെ രാജാവ്. മലിക്ക് രാജാവ്, മാലിക്ക് ഉടമക്കാരൻ. മാലിക്ക് ഉടമക്കാരൻ, മലിക്ക് രാജാവ്. രണ്ട് വിഷയമാണ്. രണ്ട് വിഷയമാണ്. മുൽക്കും മിൽക്കും ഉണ്ട്. മുൽക്ക് രാജാധികാരം, മിൽക്ക് ഉടമസ്ഥാവകാശം. മനസ്സിലായില്ലേ? ഞാൻ ഈ സാധനത്തിന്റെ മിൽക്ക് എനിക്കുണ്ട്, മുൽക്കില്ല. മുൽക്ക് ഇവിടുത്തെ മൊത്തം കാര്യത്തിന്റെയും മുൽക്ക് പ്രധാനമന്ത്രിക്കാണ് അല്ലെങ്കിൽ പ്രസിഡന്റിനാണ്. അപ്പൊ എനിക്ക് മുൽക്കില്ല, എന്തുണ്ട്? മിൽക്ക് ഉണ്ട്. ഇപ്പൊ പൂവാട്ടറമ്പിലൊരു കുറച്ച് 10-12 സെന്റ് ഭൂമിയുണ്ട്. അതിൽ ഞാൻ ആരാണ്? എനിക്ക് മിൽക്ക് ഉണ്ട്. എന്തില്ല? മുൽക്കില്ല. മുൽക്ക് പ്രധാനമന്ത്രിക്കാണ് അല്ലെങ്കിൽ പ്രസിഡന്റിന്. അപ്പൊ രണ്ട് വിഷയം. മാലിക്കുൽ മുലൂക്ക് അറിയും, മാലിക്കുൽ മുലൂക്ക് എന്നറിയും. രാജാക്കളുടെ ഉടമക്കാരൻ മാലിക്ക് പറഞ്ഞ വാക്ക് തെറ്റരുത്. മാലിക്കുൽ മുലൂക്ക് രാജാക്കളുടെ ഉടമക്കാരൻ. എല്ലാരും ഉടമക്കാരനായതുപോലെ ആരും ഉടമക്കാരനാണ്? രാജാക്കളുടെ ഉടമക്കാരൻ. ഒരു ഭാഷ. ഇനി രണ്ടാമത്തെ ഭാഷ മലിക്കുൽ മുലൂക്ക്. എന്നർത്ഥം? രാജാക്കളുടെയും രാജാവ്. അപ്പൊ രണ്ട് കാര്യം കിട്ടി. ഒന്ന്, അല്ലാഹു രാജാവാന്ന് കിട്ടി. രണ്ട്, വേറെയും രാജാക്കൾ ഉണ്ടെന്നും കിട്ടി. അല്ലാഹു അനുവദിച്ച രാജാക്കൾ തന്നെ ഉള്ളത് കൊണ്ടാണ് അവൻ മലിക്കുൽ മുലൂക്കാണത്, മിഥ്യകളല്ല. മനസ്സിലായില്ലേ? ദൈവങ്ങളുടെ ദൈവമല്ല പടച്ചോൻ. എന്തുകൊണ്ട്? ദൈവങ്ങൾ എന്നത് മിഥ്യാസങ്കല്പാണ്. നേരെ മറിച്ച് രാജാവ് മിഥ്യാസങ്കല്പല്ല, ഉള്ളതാണ്. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്ന് ഇസ്രായേലി സംഘം ശംബീൽ നബിയോട് പോയി പറഞ്ഞു. ബൈബിളിലുണ്ട് ശാമുവേൽ പ്രവാചകന്റെ കഥ. ശാമുവേൽ പ്രവാചകൻ ഹദീസുകളിൽ ശംബീൽ എന്ന് പറയും, ബൈബിൾ ശാമുവേൽ എന്ന് പറയും.
ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, മലിക്കൻ, ഞങ്ങൾക്കൊരു രാജാവിനെ അയച്ചു തരണം, നുഖാത്തിൽ, എതിരാളികളോട് യുദ്ധം ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ത്വാലൂത്തിനെ രാജാവാക്കുക. അപ്പോൾ ഇസ്രായേലി യുവാക്കൾ ചോദിച്ചു, ഞങ്ങൾക്ക് മേൽ അയാൾക്ക് എങ്ങനെ രാജാധികാരം ഉണ്ടാകും? അയാളെക്കാൾ രാജാധികാരത്തിന് ഞങ്ങളല്ലേ യോഗ്യര്? അയാൾക്ക് സമ്പത്തില്ലല്ലോ, ഒരു രാജാവിന് സമ്പത്ത് വേണ്ടേ? സമ്പന്നന ഞങ്ങളല്ലേ? അയാൾ റായിയല്ലേ? റായിൽ വനമല്ലേ? അയാൾ ആട്ടിടയനല്ലേ? ആരെപ്പറ്റി പറഞ്ഞു? താലൂത്ത് റളിയല്ലാഹു അൻഹു. അള്ളാഹു രാജാവായി നിശ്ചയിച്ച ഒരാളാണ് ആര്? താലൂത്ത്. അപ്പൊ താലൂത്ത് എന്ന രാജാവുണ്ടെന്ന് മനസ്സിലായി, രാജസ്ഥാനം അള്ളാഹു അംഗീകരിക്കുന്നു മനസ്സിലായി. ഉടനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ശംവീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസഅദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി. ഇന്നല്ലാഹു അസ്തഫാഹു അലൈക്കും, നിങ്ങളെ മേൽ അയാളെ അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. വസഅദഹു, അള്ളാഹു അയാൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഒരു രാജാവിന്റെ യോഗ്യത ബസ്തതൻ ഫിൽ ഇൽമി, വിശാലമായ വിജ്ഞാനമുണ്ട്. ചരിത്രം, ജോഗ്രഫി, പിന്നെ മനുഷ്യന്റെ ജയങ്ങൾ, പതനങ്ങൾ, അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ, ഇതൊക്കെ രാജാവ് അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്കും. അപ്പോൾ ഇവിടെ രാജസ്ഥാനം എന്നൊരു സംഗതി അള്ളാഹു രാജാവാ, എന്നാൽ അള്ളാഹു അംഗീകരിച്ച രാജാക്കളും ഉണ്ട്. എന്നാൽ ഈ രാജാക്കൾ സ്വയം രാജാക്കളാണോ? അല്ല. ആ രാജാക്കളുടെയും ഉടമക്കാരൻ ആരാണ്? ഉടമസ്ഥാവകാശം ഉള്ളത് കൊണ്ട് രാജസ്ഥാനം ഉണ്ടാവും. രണ്ടിനും രണ്ട് രീതിയാണ്. ഞാൻ കിരീടം വെക്കാതെ നടന്നാൽ മിനൽ മാൽ, താലൂത്തിന് രാജാവാകാൻ എന്തില്ലല്ലോ, ധനമില്ലല്ലോ എന്ന് പറഞ്ഞ ഖുർആൻ എതിർത്തു. രാജാവിന് ധനം ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല. വിജ്ഞാനമാണ് വേണ്ടത്, വിശാലമായ വിജ്ഞാനം വേണം, ആരോഗ്യവും വേണം. നല്ല ആരോഗ്യം വേണം. ഒരു ഭരണാധികാരിക്ക് എന്ത് വേണം? നല്ല കരുത്തുള്ള എന്ത് വേണം? ആരോഗ്യം വേണം. സമ്പത്ത് തീരല്ല. അപ്പൊ 10 വയസ്സിന്റെ മുതൽ എനിക്ക് ഇവിടെ ഇല്ല, ഞാൻ ഈ നാട്ടിന്റെ രാജാവാകാം. രാജാവായാൽ കിരീടം വെച്ചൂടെ? അപ്പൊ മിസ്കീന, അല്ലാഹുമ്മ അഹീനി മിസ്കീൻ വഅമിത്നി മിസ്കീൻ. പക്ഷെ ആരാണ് സാഹിബു താജ സല്ലല്ലാഹു അലൈഹി വസല്ലം? സമ്പത്തുണ്ടായത് കൊണ്ട് വലിയ ആളാവില്ല. കാനറ ബാങ്കിന്റെ ഉടമക്കാരന്റെ കല്യാണത്തിന് സർസിപിയെ വിളിച്ചു. സർസിപി ഭരണാധികാരിയാണ്. ചെന്നപ്പോൾ നോട്ട് കെട്ടുകൊണ്ട് പന്തൽ അലങ്കരിച്ചിട്ടുണ്ട്. കല്യാണത്തിൽ സർസിപി പങ്കെടുത്തു, ഭരണാധികാരിയാണ് സർസിപി. തിരിച്ചു വന്നപ്പോൾ കാനറ ബാങ്ക് ദേശവൽക്കരിക്കാൻ ഓർഡർ ഇട്ടു. അങ്ങനെയാണ് ആദ്യമായി കാനറ ബാങ്ക് ദേശവൽക്കരിക്കുന്നത്. സർസിപി അത്ര വലിയ മുതലാളിയൊന്നുമല്ല, കാനറ ബാങ്കുകാരൻ മുതലാളിയാ. പക്ഷേ മുതലാളിയാണെങ്കിലും ആർക്കും ഭയപ്പെടും? രാജാവിന് ഭയപ്പെടും. രാജാവിന് ആർക്കും ഭയപ്പെടേണ്ടയില്ല, വലിയ രാജാവിനല്ലാതെ. സർസിപി രാജാവാ, കാനറ ബാങ്കുകാരനോ രാജാവല്ല. സർസിപി അങ്ങനെ ചെയ്താൽ ചോദിക്കാൻ ആരുമില്ല, ഇല്ല അല്ലാതെ. സർസിപി അങ്ങനെ ചെയ്തില്ല, കാരണം അയാളെ കയ്യിൽ മാത്രമൊന്നുമില്ല. മറ്റാൾ ചെയ്തു, ദേശവൽക്കരിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബുത് താജ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിരീട അവകാശിയാണ്. ഇനി ഈ കിരീടാവകാശിയെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഈ കിരീടാവകാശി കിരീടം വെച്ചിട്ടുണ്ടോ? പ്രത്യക്ഷ കിരീടമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവിന് കിരീടം വെച്ചോളണമെന്നില്ല. രാജാവ് തന്നെ കിരീടമായാൽ പിന്നെ എന്തിനാണ് കിരീടം? ഇത് പ്രപഞ്ചത്തിന്റെ കിരീട അവകാശിയ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ആ കാലിന്, ആ ചെരുപ്പ് നമുക്ക് കിരീടായത്. ഇത് എഴുതി വെച്ചത് ഇബ്നു ഹജറുൽ ഹൈതമിയാണ്. ഇബ്നു ഹജറിന്റെ വരിയാണ്. ഈ ലോകം മുഴുവനും മുഹമ്മദ് എന്ന ആളുടെ ചെരുപ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ. ഇബ്നു ഹജർ എഴുതിയതാണ്. അന്നു മുതലാണ് എന്തുണ്ടായത്? ലോകത്തെ അനവധി തൊപ്പിക്കാര് തൊപ്പിയുടെ മുകൾ കാൽപാദം വെച്ച് ചെരുപ്പ്. അല്ല, ഇത് ഇബ്നു ഹജറിന്റെ ബൈത്ത. അല്ലാഹുവിനോട് പറയണ്ട, അങ്ങനത്തെ ആൾ നീ വേറെ ആരാ? ഇബ്നു ഹജറിന് ശേഷം ലാ യൂജദു ലഹു മിസ്ലുഹു, അങ്ങനത്തെ ആൾ പിന്നെ ഉണ്ടായിട്ടില്ല ഇബ്നു ഹജറിനെ പോലെ. റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ ആരാണെന്നറിയോ? ആരാ? ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമന്റെ ഉസ്താദാ, മഖ്ദൂം രണ്ടാമന്റെ ഉസ്താദാ. മഖ്ദൂം രണ്ടാമന ഫത്തുൽ മുനീരി. അറബ് ഷേഖന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ.
പൊന്നാനിയിൽ വന്നു പ്രധാനപ്പെട്ട അഭിപ്രായം. ചാലിയത്തിന് പ്രശ്നമുണ്ടായപ്പോൾ ചാലിയത്ത് ഫത്വ കൊടുക്കുകയും ആ ഫത്വ നൂറ്റാണ്ടുകൾ ചാലിയത്ത് ഖുത്ബുഖാനെ സൂക്ഷിക്കുകയും ചെയ്തു എന്ന ചരിത്രം. ഇബ്നു ഹജറിന്റെ ഫത്വ റഹ്മത്തുള്ളാഹി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി അവരുടെ വരിയാണ് എൻ്റെ അലാ റഅസി ഹാദൽ കൗനി നഹ്ലു മുഹമ്മദി അലാ റഅസി ഹാദൽ കൗനി നഹ്ലു മുഹമ്മദി. മുനാഫിഖിന് ഇത് തിരിയൂല. മുനാഫിഖിന് നിസ്കാരത്തിന് ഫർളും ഷർത്തും അറിയും, പക്ഷേ ഇത് തിരിയൂല. അലാ റഅസി ഹാദൽ കൗനി നഹ്ലു മുഹമ്മദി. കൗൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. അലാ റഅസി ഹാദൽ കൗനി നഹ്ലു മുഹമ്മദി. ഈ പ്രപഞ്ചത്തിന്റെ മുകൾ എന്തിനേ ഉള്ളൂ? നഹ്ലു മുഹമ്മദി, മുഹമ്മദ് മുസ്തഫാന്റെ ചെരുപ്പിന്റെ സ്റ്റാൻഡാക്കാനേ ഉള്ളൂ. ഈ ലോകം മുഴുവനും ഈ കൗന് എന്നിപ്പോ എന്തൊക്കെ പെട്ടു? അല്ലാഹ് അല്ലാത്ത മൊത്തം പെട്ടു. അലാ റഅസി ഹാദൽ കൗനി നഹ്ലു മുഹമ്മദി. ഇത് ഇബ്നു ഹജർ തങ്ങളാണ്. അതിന്റെ മേലൊരു വല്യാപ്പ പിന്നെ ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ഫിഖഹിന്റെ വിജ്ഞാനത്തിൽ, പ്രത്യേകിച്ച് ശാഫിഈ ഫിഖഹിന്റെ ഇൽമിൽ അതിനേക്കാളും വലിയ വല്യാപ്പ പിന്നെ ഉണ്ടായിട്ടില്ല. അതാണ് ഇബ്നു ഹജർ. അല്ലാഹു ഒരു ദർജ എത്തി കൊടുക്കട്ടെ. അവരൊക്കെ ആൺകുട്ടികളാ, അവരൊക്കെ അവരാണ് ഇമാമ്. എന്നാണ് ഇമാമ് എന്നറിയാം, മറ്റേ മമോ ആക്കാൻ പറ്റൂല. ഇതാണ് ഇമാമ് അറിയാം, ഇതാണ് ഇമാമ്. അപ്പോൾ നമ്മളെ കിരീടം അലാ റഅസി ഹാദൽ കൗനി നഹ്ലു മുഹമ്മദി. ഈ പ്രപഞ്ചത്തിന് മൊത്തം മുഹമ്മദ് മുസ്തഫാന്റെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ പറയുമ്പോൾ നമ്മളെ കിരീടം എന്തായി? റസൂലുള്ളാന്റെ ചെരുപ്പായി. ഇതാണ് നമ്മളെ കിരീടം. നമ്മളെ കിരീടം റസൂലുള്ളാന്റെ ചെരുപ്പ്. റസൂലയോ സാഹിബു താജ്. അതേതും അങ്ങനെയാണ്. ഇവിടെ ഏത് രാജാവ് ഉണ്ടായാലും ആ രാജാവ് റസൂലുള്ളാന്റെ നഹ്ല് കിരീടാക്കണം. അതിനേക്കാൾ വലിയൊരു ഇവിടെ ഇല്ല. റസൂലയാണ് ഒറിജിനൽ സാഹിബു താജ്. വേറെ താജ് ഇനിയില്ല. ഒരു കിരീടം അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ, അത് മുഹമ്മദ് മുസ്തഫാക്ക. അത് ഇബ്രാഹിം നബിക്കില്ല, അത് മൂസാ നബിക്കില്ല, ഒന്നുമില്ല. അവരൊക്കെ വലിയവരല്ലേ? വലിയവരാണ്. പക്ഷേ മുസ്തഫ നബിയിലേക്ക് ചെത്തി വെക്കാൻ മുഹമ്മദ് മുസ്തഫയാകുന്ന അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ ആ ബഹറിൽ നിന്ന് ഒരു കൈക്കുമ്പിളിൽ നിന്ന് കോരട്ടെ എന്ന് ചോദിച്ച് നിന്നവർ മാത്രമാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ ബഹറാണ് മുഹമ്മദ് മുസ്തഫ. ആ ഖുദ്റത്തിന്റെ ബഹറിന്റെ മൽഹർ, അള്ളാഹുവിന്റെ ഖുദ്റത്ത് ലോകത്ത് വെളിവായത് മുഹമ്മദ് മുസ്തഫയിലൂടെ. ആ ഖുദ്റത്തിന്റെ ബഹറിന്റെ മൽഹർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹ് തവിട് പൊടിയാക്കും. മുഹമ്മദ് മുസ്തഫാക്കും ഒന്നും സംഭവിക്കൂല. മുഹമ്മദ് മുസ്തഫാനെ ആര് സ്വീകരിച്ചോ ഒന്നും പറ്റൂല, ഒന്നും പറ്റൂല. പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ ഒന്നും പറ്റൂല. ഇതാ സുൽസിലത്തിൽ സിൽസാലാഹ. എന്തായാലും ഇത് അള്ളാഹ് ഇടിച്ചു പിടിച്ച് ധൂളിയാക്കും. ആരെയാക്കും? മുഹമ്മദീയത്തിൽ ലയിക്കാത്തവരെയാക്കും. മുഹമ്മദീയത്തിൽ ലയിച്ചോലെ രോമത്തിന് തൊടൂല, ഒരങ്ങനെ തന്നെ എണീക്കും. അപ്പൊ എല്ലായിടത്തും സുൽസിലത്തുണ്ടാവില്ല. ഇത് സമാഉൻ ഷഖത്ത്, ആകാശത്തിന് പൊടിയാക്കും. മുഹമ്മദ് മുസ്തഫാനെ ഒന്നും ആക്കൂല. മുഹമ്മദ് മുസ്തഫാനെ മാത്രമല്ല ആരെയാക്കൂല. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹ്. നബിയോട് കൂടെ ഈമാൻ കൊള്ളേണ്ടവരെ വിധത്തിൽ കൊണ്ടാൽ ഈമാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ ആ ദിവസം നിന്ദിക്കൂല. ഒരു രോമം പൊട്ടാതെ ഒരു കബറിന്ന് എണീക്കും. അപ്പോൾ അവർ ആയിരക്കണക്കിന് കൊല്ലപ്പെടെ കബർ കിടക്കും, ഒരു രോമം പൊട്ടാതെ. എന്നിട്ട് ഒരു രോമം പൊട്ടാതെ എന്താവും? എണീക്കും. എണീക്കുമ്പോഴത്തിന് സ്വർഗത്തിന് അള്ളാഹു തആല വാഹനങ്ങളെ കൊടുത്തേക്കും. ബിലാൽ റളിയല്ലാഹുവിന് മാത്രം വാഹനം ഒക്കെ ഉണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ആ തരുന്നുണ്ട്. ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊന്നുകൂടി പറയും. ഇബ്നുൽ ഖയ്യിം അടക്കം രേഖപ്പെടുത്തിയ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ ഒരാൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഖബറിന്റെ അടുത്ത് കാര്യം വരും, വാഹനം വരും, എന്നിട്ടേ പോകുള്ളൂ മഹ്ശറിക്ക് സ്വർഗം. പിന്നെ മഹ്ശറിക്ക് പോകണമെങ്കിൽ എന്ത് വരണം? വാഹനം വരും, ഒരു പുറത്ത് കാര്യം. അള്ളാഹു ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. അപ്പൊ ഇവിടെ പൊളിക്കും. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. എല്ലാം പൊടിച്ച് പൊടിയാകും പടച്ചോൻ. إذا السماء انشقت وإذا الأرض مدت. ആകാശം ഭൂമി പൊടിയാക്കും. ഒരു സൂറത്ത് ഇത്. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها وقال الإنسان ما لها. ആരാണ് ഭൂമിക്ക് എന്തേ പറ്റിയത്? ആരോഗ്യ ഇൻസാൻ പറയും. ഏത് ഇൻസാൻ? ഒരു പ്രത്യേക ഒരു മീസത്തില്ല, ഓൻ ഇരുകാലിയാണെന്നേ ഉള്ളൂ. ഓ എന്ത് പറയും? മാലഹ. നമ്മൾ മാലഹ പറഞ്ഞ അതെന്ത് മാലേ? നമ്മൾ എന്ത് മാലഹ എന്ന് പറയണു? നമ്മക്കിത് അറിയാലോ, ഇത് ഉഷാറാണ്. മറ്റവർ ചോദിക്കും എന്ത്? കാലു യാ വൈലന മം ബാധന മർക്കദിന. നമ്മളെന്താ പറയാ? ആദാ മാ വഅദ റഹ്മാനു
ഇത് നമ്മക്ക് ഉറപ്പാ, നമുക്ക് ഇത് പഠിക്കാൻ കുറച്ചുണ്ടാവും. ഇത് പഠിച്ച റസൂലുള്ളാഹി പഠിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ മാലഹാന്ന് പറയൂല. നമ്മൾ ആരാണ്? പലരും ചോദിക്കും എന്താണ് ഈ ദിവസം? ഖാലൂ യാ വൈലനാ മൻ ബഅതനാ മിൻ മർഖദിനാ. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കൂല. മുഅ്മിനീങ്ങൾ പറയുമെന്ത്, മുത്തുനബിയിൽ ലയിച്ചവർ പറയുമെന്ത്, ഹദാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇതല്ലാഹു കരാർ ചെയ്ത ദിവസമല്ലേ, ഇത് മുർസലീങ്ങൾ സത്യം പറഞ്ഞ ദിവസമല്ലേ, ഈ ദിവസം ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ച് പ്രവർത്തിച്ചിട്ടില്ലേ, നമുക്ക് യാതൊരു ബേജാറും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയില്ല? വഖാലൽ ഇൻസാനു മാലഹ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളില്ല. നമ്മൾ ഉറങ്ങാത്തവരുണ്ടാവും. ചിലർ ഉറങ്ങുന്ന് പറഞ്ഞാൽ ഉറങ്ങൂല. എന്തേ? അതിനേക്കാളും വലിയ കളി കാത്തിരിക്കണവർ ഉറങ്ങുമോ? അള്ളാഹ് സഹായം, നമ്മളാരും ഒന്നാവില്ല. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹിന്റെ പ്രതീക്ഷ പറയാണ്, പ്രതീക്ഷ റബ്ബിനോടുള്ള പ്രതീക്ഷ പറയാണ്. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തൊരു വാക്കും നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ അള്ളാഹ് വേണ്ടി പറഞ്ഞ വർത്താനാണ്. ഇതിൽ ഒരു ലക്ഷ്യം ഒന്നുമില്ല. അള്ളാഹു ഒന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. ഒരു കൂട്ടർ നാശമായി പോലും നമ്മളെ രക്ഷയില്ല. അവരും നന്നാകണം, എല്ലാവരും നന്നാകണം. അള്ളാഹു താനെ നന്നാകാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു എല്ലാവരും നന്നാക്കി തരട്ടെ. അപ്പൊ നോക്കി ഇവിടെ 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 ഈ വാക്ക് വളരെ ചിന്തിക്കണം. മുഹമ്മദ് മുസ്തഫാക്ക് ചെരുപ്പ് പറഞ്ഞ ചെരുപ്പിന്റെ മേലെ എന്തുണ്ടാവും? ചെരുപ്പിന്റെ മേലെ എന്താ ഉണ്ടാകുക? കാലല്ല ഉണ്ടാകുക. അപ്പൊ അതിന്റെ മേന എന്താ? റസൂലുള്ളാഹിന്റെ കാല് വെച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. പാതാളത്തേക്ക് താഴാൻ ജൊരുക്കാണെന്നല്ലടാ അതിന്റെ അർത്ഥം. അപ്പൊ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ് ലയിക്കും. നിങ്ങക്ക് പാതാളത്തേക്ക് ആക്കിയാലും സന്തോഷമുള്ളൂ. ആ കാല് ഈ തലന്റെ മേലെ വന്നല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സന്തോഷം എന്താ? റസൂലുള്ളാഹിന്റെ നയലെന്തിനാ വെക്കണത്? ആ കാലിന്റെ അടി നമ്മളെ തലയിലെത്തിയാൽ മതി, നമ്മൾ രക്ഷപ്പെടും. ആ തലയിൽ നിന്ന് ഒരു ജസദ് കയറും. ആ ജസദിന്റെ മുകളിൽ പ്രപഞ്ചത്തിന്റെ കിരീടം വെക്കും. അതാണ് മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ ആളാരാ? കിരീടക്കാരൻ. ആ മനുഷ്യന്റെ ഏറ്റവും താഴെയുള്ള അവയവമാണ് എന്ത്? കാല്. ആ കാല് നമ്മളെ കിരീടം. ആ കാലല്ല, ആ കാലിട്ട് ചവിട്ടുന്ന ചെരുപ്പ് നമ്മളെ കിരീടം. അപ്പോൾ നമ്മൾ ആരായി? അള്ളാഹു നിന്ദിക്കാത്ത മുഅ്മിനായി. ഇത് ഏതോ ആരും എഴുതിയല്ല, അത് അള്ളാഹിന്റെ മുത്തഖീങ്ങളായ സാലിഹീങ്ങൾ എഴുതിയതാണ്. ഉലമാക്കൾ, സമസ്ത കേരള മേത്തലുമയുടെ ആദ്യകാലത്തെ ഉലമാക്കളെല്ലാം വലിയ മഹാന്മാരായിരുന്നു എന്നാണ് ഈ ആയിഷ വഹാബികൾ സമ്മതിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇതന്നെ ഞാനടോ ആ ആളുകളുടെ ചെരുപ്പിന്റെ താഴെയാണ്. എനിക്ക് റസൂലുള്ളാഹിന്റെ താഴ്മ നേരിട്ടെത്താൻ മാത്രമൊന്നും ഞാനില്ല. എനിക്ക് മേലെ കുറച്ച് ആളുകളുണ്ട്, അവരെന്റെ തലയിൽ ചവിട്ട്, അവരെ തലയിൽ നബി ചവിട്ടിയിട്ടുണ്ട്. ഞാൻ റസൂലുള്ളാഹിന്റെ ചെരുപ്പിലേക്ക് നേരിട്ടെത്തും എന്ന് വിചാരം തന്നെ എൻ്റെ മനസ്സില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കാല് ചവിട്ടിയ തലയുടെ താഴെയുള്ള ഒരു മഹാന്റെ കാല് നമ്മളെ തലയിൽ ചവിട്ടിയാൽ മതി, പോരെ? റസൂലുള്ളാഹിന്റെ കാല് വെക്കാൻ പറ്റിയ മഹാന്മാർ ഈ ലോകത്ത് ഉണ്ട്, കഴിഞ്ഞോയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞു മാത്രമല്ല കുട്ടികളെ, ഇപ്പോഴും ഉണ്ട്. അവരെ കാല് നമ്മൾ തലയിൽ വെച്ചാൽ മതി. അപ്പൊ നമ്മളെ മേലക്കും മേലെ ആരുണ്ട്? ഹബീബായ നബി ഉണ്ട്. ഹബീബായ നബി ഉണ്ടെങ്കിൽ യദുല്ലാഹി ഫൗക അയ്ദീഹിം, യദുല്ലാഹി അതിന്റെ മേലെ ആരെ കൈയുണ്ട്? അല്ലാഹുവിന്റെ കൈയുണ്ട്. പേടിക്കണ്ട. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കൈവച്ചാൽ അവരെന്റെ കയ്യിലാ വെച്ച്. നിങ്ങൾ വിചാരിച്ച കൈയല്ല അള്ളാന്റെ കൈ. ഇന്നല്ലദീന യുബായിഊനക, അങ്ങയുടെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തവർ, ഇന്നമാ യുബായിഊന അല്ലാഹ്, അവർ കൈവച്ചത് ആരോടാണ്? അല്ലാഹുവോടാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. യദുല്ലാഹി ഫൗക അയ്ദീഹിം, അങ്ങയുടെ കയ്യിൽ അവർ കൈവച്ചപ്പോൾ അവരുടെ കൈക്ക് മുകളിൽ അള്ളാഹുവിന്റെ കൈയെത്തി. അൽഹംദുലില്ലാഹ്. ഇവിടെ എന്താണ് ഈ സ്മായിബുദ്ദാജ് എന്ന് ചിന്തിക്കണം. അഹങ്കാരം കൽബിൽ നിന്ന് ഒഴിവാക്കണം. ഞാനെല്ലാം ആയി എന്ന് വിചാരിക്കുന്നവർ ആകൂല. ഞാനൊന്നും ആയില്ല എന്ന് മനസ്സിലാക്കണം. ഞാനൊന്നും ആയിട്ടില്ല, ഒന്നും ആവാനോട്ട് കഴിയൂല. ഞങ്ങളോട് ഈ ക്ലാസ് പറഞ്ഞില്ലേ, എന്റെ മരണം വരെ അധ്വാനിച്ചാലും റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വെക്കാനുള്ള യോഗ്യത പോലും എന്റെ തലക്ക് ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. എനിക്കുറപ്പാ, ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അതിന് യോഗ്യരായ ആളുകളെ ഞാൻ അറിയും. അവരെ കാല് എന്റെ തലന്റെ മേലെ വെക്കാനാണ് എന്റെ ശ്രമം. ഞാൻ രക്ഷപ്പെടും. അങ്ങനെ അവര് കാല് തരണം. എല്ലാ ഔലിയാക്കളുടെയും മുകളിലാണ് എന്റെ കാല്. ആര് പറഞ്ഞു? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഖദമി അലാ റഖബ
ഇന്ന് ലോകത്തുള്ള ഔലിയാക്കന്മാർ ആ സമാനിലുള്ള, അതാണ് പ്രധാന അഭിപ്രായം, ആ സമാനിലുള്ള എല്ലാ ഔലിയാക്കന്മാരുടെയും കാലിന്റെ പെരടിയുടെ മുകളിലാണ് എൻ്റെ കാല്. ആ വ്യക്തിയോ അവർക്കൊരു തലുണ്ട്, ആ തന്റെ മേലെയോ ലികുല്ലി വലിൻ ലഹു ഖദമു വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരു നബിക്ക് ഒരു കാല് കിട്ടണം. വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ബദറുൽ കമാലായ നബിയുടെ കാല് കിട്ടിയിട്ടാണ് ഞാനായത്. ലികുല്ലി വലിൻ ലഹു ഖദമു വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരു വലിയന് എന്ത് കിട്ടണം? കദമ വേണം. കദമ കിട്ടാതെ വലിയുണ്ടാവില്ല. ചിലപ്പോൾ വലിയന്റെ കദമ കിട്ടും. വലിയന് എല്ലാ വലിയനും നബിയുടെ കദമ നേരിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. വലിയ ആകണമെങ്കിൽ എന്ത് വേണം? ഒരു കദമ കിട്ടണം, ഒരു കാൽപാദം. ഒന്ന് പറയടാ കുട്ടികളെ, എന്തിനാണെടാ രാവിലെ അങ്ങോട്ട് വന്നത്? ഒരു വലിയ ആകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു കാല് കിട്ടണം. ആ കാല് എവിടെ വെക്കണം? എന്നിട്ട് കിരീടാക്കണം. പക്ഷെ എല്ലാ വലിയനും എന്ത് കിട്ടിക്കൊള്ളുന്നില്ല? റസൂലുള്ളാഹിന്റെ കാലെന്നെ നേരിട്ട് കിട്ടിക്കൊള്ളണം എന്നൊന്നും എനിക്ക് കിട്ടി. അതാണ് അതിന്റെ അർത്ഥം. വലിയാകാൻ നേരിട്ട് നബിയുടെ കാല് കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതോ കാല് കിട്ടിയ ആളുടെ കാല് കിട്ടിയാലും മതി, അങ്ങനെ മതി. അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു അബുൽ ഹസൻ ഷാദുലിയുടെ കാല് കിട്ടിയാളാ. അബുൽ ഹസൻ ഷാദുലി മുസ്തഫ നബിയുടെ കാല് നേരിട്ട് കിട്ടിയാളാ. ഞാൻ ഈ പറഞ്ഞ നേരെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചൊരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ, اللهم ارحم أمة محمد، اللهم انصر أمة محمد، اللهم تجاوز عن أمة محمد، اللهم أصلح أمة محمد، اللهم تجاوز عن أمة محمد، اللهم اجعلني من أمة محمد. എന്ന് എല്ലാ ദിവസവും രാവിലെ ഒരാൾ ദുആ ചെയ്താൽ ഫലാ യമൂതു ഇല്ലാ കാന ഇല്ലാ ബഅദ മാ കാന മിനൽ അബ്ദാലി. അബ്ദാലാകുന്ന ഉന്നതന്മാരായ 313 അബ്ദാലിങ്ങൾ ലോകത്തുണ്ടാകും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കാലത്തും 313 അബ്ദാലിങ്ങൾ ഉണ്ടാവും. ഒരാൾ മരിച്ചാൽ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ആ സ്ഥാനം വേറെ കൊടുക്കും. ഈ ലോകത്ത് ഏത് കാലത്തും എന്തുണ്ടാവും? 313 അബ്ദാലിങ്ങൾ ഉണ്ടാവും എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ അയിമ വെല്ലുവിളിക്കാൻ വരണ്ട. എന്തുകൊണ്ട്? ഇത് സുന്നി വിശ്വാസാണ്. സുന്നികൾ മഹാന്മാരെ അംഗീകരിക്കുന്നവരാണ്. 313 അബ്ദാലിങ്ങൾ മുർസലീങ്ങളെ എണ്ണത്തിനുള്ള അബ്ദാലിങ്ങൾ എന്നും ലോകത്തുണ്ടാവും. ആ കൂട്ടത്തിലേക്ക് അവൻ എത്താതെ അവൻ മരിച്ചു പോവുകയില്ല. ഇല്ലാ ബഅദമാ കാന മിനൽ അബ്ദാലി. അബ്ദാലിങ്ങളെ കൂട്ടത്തിൽ പെട്ടിട്ടല്ലാതെ ആ വ്യക്തി മരിക്കുകയില്ല എന്നൊരു സദസ് പറഞ്ഞു അബുൽ അബ്ബാസിൽ മുർസി. ആരാ അബുൽ അബ്ബാസ്? ശിഷ്യൻ. ആരുടെ? അബുൽ ഹസൻ ഷാദുലി. അതാണ് അബുൽ ഹസൻ ഷാദുലി. അതാണ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അതാണ് സുൽത്താൻ ആരിഫീൻ മഹാനായ അഹ്മദുൽ കബീർ. അവരൊക്കെ ആൺകുട്ടികളാ. ആ റിജാലിനെ കൊണ്ടാണ് ഈ ദുനിയാവിൽ ദീൻ ഉണ്ടായത്. അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ ശിഷ്യൻ. ആരുടെ? അബുൽ ഹസൻ ഷാദുലിയുടെ. മറക്കരുത് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ സദസ്സിൽ അബുൽ അബ്ബാസിൽ മുർസി ശിഷ്യനാണെന്ന് വയലു. ഈ വയല് കേട്ടിയ ഒരാള് നേരെ അബുൽ ഹസൻ ഷാദുലിയുടെ അടുത്തേക്ക് ചോദിച്ചു, നിങ്ങളെ ശിഷ്യൻ ഞങ്ങളൊരു മജ്ലിസിൽ വയലു. എന്താ വയലു പറഞ്ഞത്? ഈ ദ്വാ എല്ലാ ദിവസവും രാവിലെ ഒരാൾ ചൊല്ലിയ അയാൾ അബ്ദാലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഉന്നത വലിയായിട്ടല്ലാതെ മരിച്ചു പോവില്ലാന്ന് വയലു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഫഖാല, അപ്പോൾ അബുൽ ഹസൻ ഷാദുലി പറഞ്ഞു, സദഖ വലദി അബുൽ അബ്ബാസ്, എന്റെ കുട്ടി അബുൽ അബ്ബാസ് നേരെ പറയുള്ളൂ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടി അബുൽ അബ്ബാസ് നേരെ പറയൂ. എന്റെ കുട്ടി അബുൽ അബ്ബാസ് പറഞ്ഞത് നേരാണ് എന്ന് ആര് പറഞ്ഞു? അബുൽ ഹസൻ ഷാദുലി. അബുൽ ഹസൻ ഷാദുലി ആരാ? അബുൽ ഹസൻ ഷാദുലി ആരാ? തലമ്മൽ ആര് കാല് വെച്ചിട്ടുണ്ട്? മുഹമ്മദ് മുസ്തഫ. ഹജ്ജിന് പോയപ്പോൾ കൈക്കോട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ശിഷ്യനോട് പറഞ്ഞു കൈക്കോട്ട് എടുത്തോ. ഒരു ശിഷ്യനെ കൂട്ടി ഹജ്ജിന് പുറപ്പെട്ടു മിസ്റിൽ നിന്ന്. ഹജ്ജിന് പോയപ്പോൾ കൈക്കോട്ട് എടുക്കണം. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, മഹാനവർകളെ, നദ്ഹബുലിൽ ഹജ്ജി, നമ്മൾ ഹജ്ജിനാണല്ലോ പോകുന്നത്. കൈക്കോട്ട് കൊണ്ട് എന്ത് പണിയാണ്? അപ്പോൾ പറഞ്ഞു, സതറാഫി ഹുമൈസറ, അത് ഹുമൈസറയിലേക്ക് തിരിയും. ശിഷ്യനും ഉസ്താദും കൂടി ഹജ്ജിന് അങ്ങനെ പോയി. എത്രയോ കിലോമീറ്റർ പോണം ഹുമൈസറയിലെത്താൻ. ഹുമൈസറയിലെത്തി അവിടെ ടെന്റടിച്ചു കൂടി. ആ രാത്രി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി മരിച്ചു. നമ്മൾ പോകുന്നത്
ഹജ്ജിനല്ലേ? ഫമാ നഫ്അലു ബിൽ മിഅ്വലി, പിന്നെ കൈക്കോട്ട് കൊണ്ട് എന്ത് കാര്യം? അപ്പോൾ പറഞ്ഞു സതറാ ഫീ ഹുമൈസറ, ഹുമൈസറയിലെത്തിയാൽ നിനക്ക് മനസ്സിലാവും. ഫലമ്മാ ബലഗ ഹുമൈസറ റളിയല്ലാഹു അൻഹു പറയട, എന്താണ് ഇത് നോക്കിയിരിക്കണേ? മഹാനായ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു ഹുമൈസറയിലെത്തിയപ്പോൾ അവിടെ വിശ്രമിച്ചു, വെച്ചു. അപ്പൊ ശിഷ്യന് മനസ്സിലായി എന്തിനാണ് കൈക്കോട്ട്. ഹുമൈസറ എന്ന നാടിന്റെ അവസ്ഥ അന്നും ഇന്നും. ഇപ്പോൾ ആ മഖബറ അവിടെ വന്നതുകൊണ്ട് കുറച്ച് വീടുണ്ട്. മരുഭൂമിയുടെ നടുക്കടി പ്രദേശമാണ് ഹുമൈസറ. പരിസരത്തൊരു മനുഷ്യന്റെ വീട് ഇല്ല. അപ്പോൾ പിന്നെ കൈക്കോട്ട് കൊണ്ടുപോകേണ്ടി വരും. കാരണം ആ മരുഭൂമിയിൽ എന്ത് കിട്ടൂല? മയ്യത്തിനെ ഖബറടക്കാനുള്ള കൈക്കോട്ട് കിട്ടൂല. അതാണ് അബുൽ ഹസൻ, മഹാനായ അബുൽ ഹസൻ. ഈ അബുൽ ഹസന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ, ബഹുമാനപ്പെട്ട അബൂ ഹസൻ ശാദുലി റളിയല്ലാഹുവിന്റെ വിറുതിൽപ്പെട്ടതാണ് ഹിസ്ബുൽ ബഹർ. അപ്പോൾ ആ കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർ ഹിസ്ബുൽ ബഹറിന് എതിരെ പ്രസംഗിച്ചു. ഹിസ്ബുൽ ബഹർ ചെയ്യാൻ പാടില്ല, ചെല്ലാൻ പാടില്ല. അപ്പോൾ ഒരു സദസ്സിൽ പറഞ്ഞു മഹാനായ അബുൽ ഹസൻ, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹർഫൻ ബിഹർഫി, എന്നെ ഈ റസൂലുള്ളാഹി ഇങ്ങനെ വന്നിട്ട് ഓരോ അക്ഷരവും പഠിപ്പിച്ചു തന്നതാ. നമ്മൾ ചെല്ലിയാലും വേണ്ടില്ല, ചെല്ലിയാലും വേണ്ടില്ല. അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹർഫൻ ബിഹർഫിൻ, ഓരോ അക്ഷരവും ഹിസ്ബുൽ ബഹറിലെ ഓരോ അക്ഷരവും ഏതോ മോനിയർ പറഞ്ഞല്ല. ആരാ? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅനി യഖ്ള, എങ്ങനെ വന്നു? ഫജാഅനി യഖ്ള, എങ്ങനെ വന്നു? നേരിട്ട് യഖ്ളത്തിൽ വന്നു. വഅല്ലമനി ഹർഫൻ ബിഹർഫിൻ ഇൻ തലൗതും ഔ മാ തലൗതും, നിങ്ങൾ ഓതിയാലും വേണ്ടില്ല, നിങ്ങൾ ഓതിയാലും വേണ്ട, നിങ്ങൾക്ക് പോയി. അല്ലാഹുവിന്റെ ഹബീബ് യഖ്ളത്തിൽ വന്ന് ഓരോ ഹർഫും എനിക്ക് നേരിട്ട് പഠിപ്പിച്ചതാണ്. അതാണ് പറഞ്ഞത്. എന്ത്? അപ്പൊ റസൂലുള്ളാഹിന്റെ കാല് എവിടെ ഉണ്ട്? അബുൽ ഹസന്റെ തലയുണ്ട്. ആ അബുൽ ഹസന്റെ കാലിന്റെ കാലായാലും മതി, നമുക്ക് നേരിട്ട് താലോക്കാനൊന്നും കഴിയൂല. മാത്രം യോഗ്യത നമുക്കില്ലല്ലോ, എനിക്ക് തീരല്ല മനുഷ്യന്മാര്. ഞാനോ മാനപ്പെട്ട അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹുവിന്റെ മുരീദുകൾപ്പെട്ട ഒരാളാണ്. അവിടുത്തെ തലക്ക് റസൂലുള്ളാഹി കാല് വെച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അപ്പൊ ഞാൻ അതിൽപ്പെട്ട ഒരു കാലിന്റെ തല നാട്ടി കൊടുത്താളാ. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും കാലിന് തല നീട്ടി കൊടുക്കണം. അതാരായാലും വേണ്ടില്ല, സുൽത്താൻ ആരിഫിനായാലും വേണ്ടില്ല, സുൽത്താനുൽ ഹിന്ദ് ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. കണ്ണിയാൽ അബ്ദുല്ലാജിയുടെ മുരീദാണ് ഈ ഇരിക്കുന്ന സിദ്ദീഖ്. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങാനും അബ്ദുല്ലാജിനെ വിട്ടാൽ എൻ്റെ കവണ കുറ്റിക്ക് ഞാൻ അടിക്കോടാന്ന് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലവട്ടം ചോദിച്ചു നോക്കി. എങ്ങാനും അബ്ദുല്ലാജിനെ വിട്ടാൽ വേറെ ആളത്ത് പോകാൻ പാടില്ല. അബ്ദുല്ലാജി, കണ്ണിയാൽ അബ്ദുല്ലാജി എന്ന ചിസ്തി സ്വാബിരി ത്വരീഖത്തിലെ നക്ഷത്രമായിരുന്നു. ആ മനുഷ്യനെ ഒഴിവാക്കിയാൽ എൻ്റെ കരണക്കുറ്റിക്ക് ഞാൻ തല്ലുമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവനോട് പറഞ്ഞോടെ ഇതിൽ ഒരു അത് നക്ഷത്രമാണ്, എല്ലാ നക്ഷത്രവും വിളിച്ചു തരും. അത് ഏത് നക്ഷത്രമായാലും വേണ്ടില്ല. ആ സ്വഹാബി കന്നുജു, എൻ്റെ സ്വഹാബികളെല്ലാം നക്ഷത്രങ്ങൾ പോലെ. ഏതൊരു നക്ഷത്രത്തെ നിങ്ങൾ തേടിയാൽ അതിന്റെ ചോട്ടിലെത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെളിച്ചം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായോ? പറഞ്ഞത് ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്ത് വേണം? നമുക്ക് ആ കാലിന് തല വെച്ച് കൊടുത്തോരിക്കേ ഇവിടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട്? ഹബീബ നബി ആരാ? രാജാവാ. എന്തിനാ രാജാവ്? രാജാവിനെ അംഗീകരിക്കണം. രാജാവിനെ അംഗീകരിക്കാത്തവന്റെ പേരെന്താ? രാജ്യദ്രോഹിട. അപ്പോൾ ഇവിടെ സാഹിബു താജ് ആരാ? മുഹമ്മദ് മുസ്തഫ. ആ നബിയെ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ, ആ നബി സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇവനെന്ത് തീനാ? ആ നബി സാധാരണ മുഹമ്മദീൻ, ഈ ലോകം മുഴുവൻ റസൂലുള്ളാഹിയുടെ കാലൊക്കെ മാത്രമല്ല, എന്തൊക്കെ ഉള്ളൂ? ചെരുപ്പൊക്കെ ഉള്ളൂ. ഇതാണ് ഈമാൻ, ഇതാണ് ഇസ്ലാം. ആ ഹബീബായ റസൂലുള്ളാഹിക്ക് പിന്നീട് ഒരാളാണ് വഴിപ്പെട്ടാൽ, ഈ ഒരു രീതി മനസ്സിലാക്കിയാൽ അവൻ ഒരിക്കലും ഈമാനിൽ നിന്ന് തെറ്റുകയേ ഇല്ല. ഒരിക്കലും തെറ്റില്ല. പഠിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പോകണില്ല. പഠിച്ചത് ഈ ജാതി പഠിച്ച എന്താ കാര്യം? 10,000-കണക്കിന് ഹദീസ് നിഷേധിക്കുന്നവർ ഈ കോഴിക്കോട് ജില്ലയിലുണ്ട്. നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് എടുക്കുന്നുണ്ട്. എന്ത് അംഗീകരിക്കൂല? ഹദീസ് അംഗീകരിക്കൂല. ഓൾക്ക് ഒറ്റ അംഗീകരിക്കും. ബാക്കിയൊക്കെ എല്ലാം. അപ്പൊ ഇവിടെ സ്വാഹിബു താജ് എന്നാൽ എന്ത് എന്ന് ചിന്തിക്കും. ഒരു കുന്നിന്റെ പുറത്ത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു വന്നു. അതറിഞ്ഞപ്പോൾ അബുൽ അബ്ബാസ് മുർസി തങ്ങൾ തുണീഷ്യയിലെ ഒരു കുന്നും പുറത്ത് വന്നു. അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു അങ്ങനെ അതറിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരനായ അബുൽ അബ്ബാസ് യുവാവ. അവര് അബുൽ ഹസൻ ശാദുലി തങ്ങളെ കാണാൻ വേണ്ടി കുന്നും പുറത്തേക്ക് പോയി. താഴെ പള്ളിയിൽ നിസ്കരിച്ച് ഇങ്ങനെ കുന്നുംപുറം കയറി ഒരു ചെറിയ ഒരു കുടിൽ കെട്ടി അതിന്റെ മുകളിൽ മലമുകളിൽ താമസിക്കുന്നുണ്ട്. കുറച്ച് ശിഷ്യന്മാരുണ്ട്. അങ്ങനെ കയറി ചെന്നു അബുൽ അബ്ബാസ് മുർസി തങ്ങൾ.
ആദ്യം ശിഷ്യനാകാൻ പോവുക. ആദ്യം അസ്സലാമു അലൈക്കും. അപ്പോൾ പറഞ്ഞു വഅലൈക്കും അസ്സലാം യാ വലദി അൻത ഫീ നദ്റതി മുൻദു 10 സനവാത്ത്. 10 കൊല്ലമായി നീ എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. 10 കൊല്ലമായി ഞാൻ നിന്നെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുക. നീ ഒന്നും അങ്ങോട്ട് പറയണ്ട. എവിടെയാണ് എൻ്റെ വാപ്പാരാണ്, എൻ്റെ ഉമ്മാരാണ്, ഞാൻ നാടേതാന്ന് എന്നോട് പറയണ്ട. 10 കൊല്ലമായി നീ എൻ്റെ കണ്ണിൻ്റെ മുന്നിലുണ്ട്. അതാണ് മഹാന്മാർ. അതെവിടെ ഞങ്ങൾക്ക് കിട്ടിയത്? അത് റസൂലുള്ളാഹിന്റെ കരണ്ട് പാസ് ചെയ്യണം. കരണ്ട് വന്നാൽ പിന്നെ കൊട്ടാരത്തിലാണോ മറ്റേ കോളനിയാണോ നോക്കില്ല, കത്തും. കരണ്ട് പോയാൽ പിന്നെ കൊട്ടാരായിട്ടും കാര്യമില്ല. അപ്പൊ എന്ത് വേണം? കരണ്ട് ഈ ചെരുപ്പ് കൂടി ഇറങ്ങും. ചെരുപ്പിന് തല വെച്ച് കൊടുക്കണം. ഒരു വലിയ ആകണമെങ്കിൽ ഒരു ചെരുപ്പിനെ തല വെക്കണം. ചെരുപ്പല്ല, ഒരു കാല്, ഏതെങ്കിലും ഒരു കാല് കിട്ടണം. എനിക്ക് റസൂലുള്ളാഹി തന്നെ കിട്ടി. ലികുല്ലി വലിൻ ലഹു ഖദമുൻ. ഒരു വലിയന് എന്ത് വേണം? ഒരു കഥം വേണം. അപ്പൊ അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ വലിയാണ്. എന്തുകൊണ്ട്? കഥം കിട്ടി. ആരുടെ? അബുൽ ഹസൻ ഷാദുലിയുടെ. അബുൽ ഹസൻ ഷാദുലിക്കോ ഹബീബ നബിയുടെ. ലികുല്ലി വലിൻ, ഏതൊരു വലിയനും ഒരു കഥം വേണം. ഞാൻ ഞാൻ ഹബീബ നബിയുടെ കാലിന്റെയാണ്. ഷെയ്ഖിന്റെ മഖ്ബറയിൽ ഞാൻ പോയിട്ടുണ്ട്. മഖ്ബറയുടെ കവാടത്തിൽ എഴുതിയിട്ടിങ്ങനെയാണ്: അബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി വജത്തി മുഹമ്മദുൻ ഐനുൽ കമാലി. ഐനുൽ കമാലി, പൂർണ്ണതയുടെ ഐൻ. ഐനിന്റെ അർത്ഥം ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മൻ ഇലൽ മാ അലിയാൽ. ആരുടെ ബൈത്താണ്? ആരുടെ ബൈത്താണ്? ചെല്ലി പറയും. ഉമറുൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയടോ. മനസ്സിലായില്ലേ? ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മൻ ഇലൽ മാ അലിയാൽ. ഐനു ഐനിൻ, ഇത് സത്തകൾക്ക് സത്തയാണ്. ഐനു അയാനിൻ, എല്ലാ സത്തകൾക്കും സത്തയാണ്. ഫമാ ഐനുൻ ഐനു ഹഖിൻ, ഇത് സത്യത്തിന്റെ സത്തയാണ്. ഫമാ ഐനുൻ തറാ, ഒരു കണ്ണും കാണുകയില്ല. അബ്ദൻ അദീലൻ, ഇതിന് പകരം ഒരു അടിമയെ. ആർക്ക് പകരം? ഹബീബ് പറ. ഐനു ഐനിൻ ഐനു ഹഖിൻ. എന്റെ ഓർമ്മയില്ല, ഞാൻ പഠിപ്പിച്ചിരുന്നല്ലോ. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മൻ ഇലൽ മാ അലിയാൽ. ഇതേ വാക്ക് ഇതന്നെ, ഈ ഐനി എന്ന വാക്ക് അവിടെ ഷെയ്ഖിന്റെ മഖ്ബറയിലേക്ക് കയറുന്ന കൊടുത്ത് ഇങ്ങനെ ഒരു വാതിൽപ്പടി ഉണ്ട്. ഒരു തരം ബ്രൗൺ കളറുള്ള പെയിന്റിൽ വെള്ളി പോലത്തെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. കണ്ണിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ഇത്രയോ കൊല്ലം മുമ്പ് കണ്ട. അബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി, അബ്ദുൽ ഖാദിർ എന്നതാണ് എന്റെ പ്രസിദ്ധമായ പേര്. പക്ഷേ വജത്തി മുഹമ്മദുൻ ഐനുൽ കമാലി, എന്റെ വലിപ്പത്രം, എന്റെ വലിപ്പത്രമല്ല, എന്റെ വല്യാപ്പ ഐനുൽ കമാലാണ്. പൂർണ്ണതയുടെ ദാത്താണ്. ആര്? ഐനുൽ കമാലി, പൂർണ്ണതയുടെ ദാത്താണ്. പൂർണ്ണതയുടെ ശരീരമാണ്, പൂർണ്ണതയുടെ ദാത്താണ്. ആര്? എന്റെ വല്യാപ്പ. എന്റെ വൽപ്പത്രം, എന്റെ വൽപ്പത്രം, എന്റെ വൽപ്പത്രമല്ല. എന്റെ വൽപ്പത്രം, എന്റെ വൽപ്പത്രമല്ല. പിന്നെ എന്റെ ബാപ്പാന്റെ 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 ഒരു ബാപ്പാന്റെ ഉമ്മ ഹബീബ റസൂലുള്ളാഹിയുടെ പൊന്നുമോളാണ് മഹദിയായ ഫാത്തിമ. മനസ്സിലായില്ലേ? അന്തൽ ഹസനിയ വൽ حسنية كنت معا أبا وأما شريفين قد اجتمعا وكنت شمسا وبدرا نورا التمع أنت الأحق لتدعى محي الدين. أبا كريدة دارم كريدة ملا صاحب التاجان ആര്? മുഹമ്മദ് മുസ്തഫ. നമ്മളോ ഏതോ ചെരുപ്പ് നമ്മളെ തലയിൽ വെച്ചിട്ടുണ്ട്. ആ ചെരുപ്പിനോട് ആരോട് ബന്ധമുണ്ട്? റസൂലുള്ളാഹിയുടെ ചെരുപ്പിനോട് ബന്ധമുണ്ട്. അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ഖുർആൻ ആദ്യമായി പരസ്യമായി ഓതിയ ആളാര? ഇബ്നു മസ്ഊദിന്റെ മറ്റൊരു പേരറിയോ? സാഹിബു നഅലി റസൂലില്ലാഹ് അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ. ലോകത്താദ്യമായി പരസ്യമായ ഖുർആൻ ഓതിയതാരാ? സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്താ അവരുടെ പ്രത്യേകത? അവർ മറ്റൊരു പേരാണ് എന്ത്? സാഹിബു നഅലി റസൂലില്ലാഹ്. ഒരു മജ്ലിസിൽ ഹബീബ നബി കയറിയാൽ അവിടുത്തെ ചെരുപ്പിനെ കെട്ടിപ്പൊതിട്ട് ഇങ്ങനെ വെക്കും കൽബിൽ. ഹാമിലു സാഹിബു നഅലി റസൂലില്ലാഹ് ഹാമിലു നഅലൈ. ഒരു പേര് സാഹിബു നഅലി റസൂലില്ലാഹ്, ഒരു പേര് ഹാമിലു നഅലൈ. രണ്ട് ചെരുപ്പേറ്റിയാർന്ന ആള്. ചെരുപ്പേറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ നിന്നതല്ല, ഇതൊരു മനുഷ്യന്റെ ഫഖ്റ. എന്റെ ഈ ചെരുപ്പ് സാഹിബു താജിന്റെ ചെരുപ്പ. പഠിക്ക്. നിസ്കാരം മുനാഫിക്കും പഠിക്കും, ഈമ പഠിക്കൂല. നിസ്കാരം മുനാഫിക്കും പഠിക്കും, മുനാഫിക്കും പഠിക്കും നിസ്കാരം.
റബ്ബാനിയുടെ 5 വഖ്തും നിസ്കരിക്കുന്നുണ്ട് ഖാദിയാനി. അവർക്ക് 5 വഖ്ത് ബാങ്കില്ലേ? ഉണ്ട്. അവരവിടെ 5 വഖ്ത് ജമാഅത്തില്ലേ? ഉണ്ട്. അവർക്ക് അമലിയാത്തും ദീനിയാത്തും പഠിപ്പിക്കണില്ലേ? ഉണ്ട്. എന്ത് പഠിപ്പിക്കണില്ല? ഈമാന്റെ വഴി പഠിപ്പിക്കണില്ല. ഈമാൻ സിറാത്ത് മുസ്തഖീമാണ്, അതൊരു വഴിയാണ്. അത് എവിടുന്ന് കിട്ടൂല? ബുക്ക് കിട്ടൂല, അത് വഴി കിട്ടുള്ളൂ. വഴി നോക്കി നടക്കണം. സാഹിബുൻ നൈലിന്റെ പെറുക്കി കുറെ നൈലിന്റെ ആളുകൾ ഇതിലെ പോയിട്ടുണ്ട്, അത് പെറുക്കുക. ചെരകൻ അറിയും, ചെരകനാണ് ആയുർവേദത്തിന്റെ പിതാവ്. ചെരകൻ പെറുക്കുക. ചെരകന്റെ പണി എന്താണെന്നറിയോ? ചിലപ്പോൾ വലിയാകാം എന്നാൽ മനസ്സിലാവുന്നത്. ചെരക സൂത്രം എന്നാണ് ഭയങ്കര. ചെരകൻ എന്ത് ചെയ്യാ? നേരെ വെളുത്താല് ഇങ്ങനെ നടക്കും. ചെരകൻ പറയുന്നത്, ഈ ചെടി എന്നോട് പറഞ്ഞു എന്നെ ഇതിനു വേണ്ടിയാണ്, ആ ചെടി എന്നോട് പറഞ്ഞു. ഞാൻ ഇപ്പം ഓരോ ചെടിയുടെയും അടുത്തേക്ക് കാത് വെച്ച് കൊടുക്കുകയാണ്. ആര്? ചെരകൻ. ചെരകൻ ഒരു വലിയാകാനാണ് സാധ്യത. ചിലപ്പോൾ സ്വാബി മതക്കാരനാകാം, ചില മുസ്ലിം ആകാം. സ്വാബി മതത്തെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. സ്വാബി മതത്തിന്റെ ഒരു വേറൊരു വെർഷൻ, അതിനെ നാശാക്കിയൊരു വെർഷനിൽ ആണ് ഇന്നത്തെ ചില മതങ്ങൾ, ബഹുദൈവ മതങ്ങൾ. സ്വാബി മതത്തിൽ ബഹുദൈവത്വം ഇല്ല. അപ്പൊ സ്വാബി ആവാനാണ് സാധ്യത. ഇന്ത്യയിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഏകദേശം ഇറാഖിലൊക്കെ പ്രചരിച്ച മതമാണ് ഏത്? വസ്വാബിഈന എന്നൊക്കെ ആയത്തുകളുണ്ട്. സ്വാബിഈങ്ങൾ, സ്വാബി മതക്കാർ. മനസ്സിലോണ്ട് പറഞ്ഞത്? അതിൽപ്പെട്ട ആവാനാണ് സാധ്യത. ആര്? ചെരകൻ. ചെരകൻ എന്താ? പെറുക്കിയ ഓരോ ചെടിയുടെ അടുത്ത് ചെവിട് വെച്ച് നോക്കും. അപ്പൊ ആ ചെടി പറയും, അപ്പൊ അത് എഴുതി വെക്കും. അത് ചികിത്സിച്ചാൽ മനുഷ്യന് ആശ്വാസം ഉണ്ടാവും, നേരുണ്ടാവും. എവിടുന്നത് ഈ നാശായത്? ഈ നാശായത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം വിട്ടിട്ട് എവിടുന്ന് വായിച്ച്? പുസ്തകം വായിച്ച്. പുസ്തകം നമ്മളോട് പറഞ്ഞു, അജ്ജ് ഇന്ന വായിക്കണതിന് മുമ്പ് നല്ലൊരു കൂട്ടത്തിൽ കൂടി വാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമൻ